ഗുഡ് മോർണിംഗ് ഗായ്സ്. നിങ്ങൾക്ക് ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാമെന്ന് കരുതി. രാവിലത്തെ നല്ല രസമുണ്ട് കാണാൻ. ഓക്കെ, കാണിച്ചു തരാം കേട്ടോ. വെയിറ്റ്. അങ്ങനെ നമ്മൾ ഇറങ്ങുവാണ് സുഹൃത്തുക്കളെ, ഇറങ്ങുവാണ്. മഞ്ഞാണ്. ഭയങ്കര മഞ്ഞാണ് ഗായ്സ്. അവിടെ ഒന്നും കണ്ടുകൂടാ. നോക്കിയേ, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ വ്യൂ. മോർണിംഗ് എണീറ്റതേ ഉള്ളൂ ഗായ്സ്. ചായ കുടിക്കാൻ പോവാം. സോ അത് ചെയ്യാറുണ്ട്. എല്ലാവരും റെഡിയായി ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. കുറച്ച് നടക്കാനുണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ കഥയൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. അങ്ങനെ ഗായ്സ് നമ്മൾ നടക്കുകയാണ് ചായ കുടിക്കാൻ. ഈ ഹോട്ടലിൽ നിന്നുള്ള നൈറ്റ് കണ്ടുപിടിച്ചതാ ഗൈസ്. ഇത് 4 ക്യൂട്ട് അടിപൊളി പപ്പി കുഞ്ഞുങ്ങൾ. എനിക്ക് സത്യം പറഞ്ഞാൽ വീട്ടിൽ എടുത്തുകൊണ്ട് വരണമെന്നുണ്ടായിരുന്നു. എന്നെ വീട്ടിൽ കയറ്റില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്യാത്തത്. നമ്മുടെ ഇവിടുത്തെ നാടൻ പട്ടികളെക്കാളും അതിന് നല്ല സൈസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിരുന്നു. കുറേ നേരം ഇതിൻ്റെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞു, നീ ഇനി അവിടെ നിൽക്കണ്ട, നിന്നാൽ ശരിയാവില്ല, നീ ഇതിനെ ഏതിനെങ്കിലും എടുത്തുകൊണ്ട് വരും, അത് വേണ്ടാന്ന് പറഞ്ഞ് എന്നെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോയി ഗൈസ്. അത് കഴിഞ്ഞൊരു ഐസ്ക്രീമൊക്കെ മേടിച്ച് കുടിച്ച് എന്നിട്ട് പതുക്കെ അടുത്ത സ്പോട്ടിലേക്ക് പോയി ഗൈസ്.
അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ പോയി ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷം പോയ മാർക്കറ്റിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടു. കാണുമ്പോൾ തന്നെ മനസ്സിലാക്കി കാണും ഏതാണെന്ന്. അമ്മാതിരി തിരക്കായിരുന്നു ഗായ്സ്, കാല് കുത്താൻ ഇടമില്ല. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് എടുക്കണമെങ്കിൽ തന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ കയറി, അങ്ങനെ അത്രയ്ക്ക് റഷായിരുന്നു. പിന്നെ ഈ ഒരു ഏരിയയൊക്കെ നമ്മുടെ ഈ ഉപയോഗിച്ച സാധനങ്ങൾ തന്നെ കൊണ്ടിട്ടിട്ട് വിൽക്കുക, അങ്ങനത്തെ പരിപാടികളാണ് ഈ ഒരു ഏരിയയൊക്കെ. ബ്ലോക്കും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഉള്ളിലോട്ട് പോയപ്പോൾ പുതിയ പുതിയ സ്റ്റഫ്സ് ഉണ്ട്. എമൗണ്ടും കുറവാണ്, ചീപ്പാണ്. ഒരുപാട് ഏരിയ ഉണ്ട്. എനിക്ക് തോന്നുന്നു കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിനെക്കാളും കുറച്ചും കൂടി എമൗണ്ട് കുറവാണ് ഇവിടെ. പക്ഷെ നല്ല തിരക്കാണ്. എന്താ പറയുക, നിന്ന് തിരിയാൻ സ്ഥലമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അമ്മാതിരി തിരക്കായിരുന്നു. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അരി പൊളിച്ചടുക്കി, ഒരു രക്ഷയില്ല. ഭയങ്കര തിരക്കാണ്, അതുകൊണ്ടാവുള്ള രണ്ടൊരു മുഖം കണ്ടല്ലോ, കിള്ളി പറഞ്ഞ അവസ്ഥ. ഒരു രക്ഷയില്ല. പക്ഷെ കൊള്ളാം, എൻജോയ് ചെയ്തു. ഫസ്റ്റ് നമ്മുടെ ഗേൾസ് മാത്രമായിട്ടുള്ള ട്രിപ്പായിരുന്നു. വളരെയധികം എൻജോയ് ചെയ്തു. ഇനിയും നമ്മൾ കുറേ ട്രിപ്പുകൾ എക്സ്പ്ലോർ ചെയ്യുന്നതാണ് ഗൈസ് എന്ന് പ്രതീക്ഷിക്കാം. മേ ബി. ബൈ. ഫസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ട് ഭയങ്കര പ്ലാൻഡ് ഒന്നും അല്ലായിരുന്നു. എന്നാലും ഞങ്ങൾ നല്ലവണ്ണം എൻജോയ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണ്. ഞങ്ങൾ തിരിച്ച് പോകാൻ വേണ്ടി ട്രെയിനിന് വെയിറ്റ് ചെയ്യുക. ബാംഗ്ലൂരിൽ നിന്നുള്ള റഷാണ് ഗൈസ്. അമ്മാതിരി എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് എല്ലാവരും. അമ്മാതിരി തിരക്കായിരുന്നു. കാരണം ട്രെയിന് വന്നു. ട്രെയിനിൽ കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ ഗൈസ്. അമ്മാതിരി ടയർഡായിരുന്നു, ഉറങ്ങിപ്പോയി. ഇതിപ്പോൾ രാവിലെ എണീറ്റപ്പോൾ എടുത്തൊരു വ്യൂ ആണ്. അതുപോലെ തന്നെ ഉച്ചയാവും ട്രിവാൻഡ്രം എത്താൻ. അപ്പം ഇനിയുള്ളത് മൊത്തം ട്രെയിനിലുള്ള കാഴ്ച. എത്തി ഗായ്സ് സ്റ്റേഷൻ എത്തി ഗായ്സ്. അങ്ങനെ ഇറങ്ങുകയാണ്. എന്നെ വെയിറ്റ് ചെയ്ത് അച്ഛൻ വെളിയിലുണ്ടെന്നാണ് പറഞ്ഞത്. സോ നമുക്ക് ആദ്യം അത് നോക്കാം. ആൾ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ദേ പോകുന്നു എൻ്റെ അച്ഛൻ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് 2 വഴിക്ക് പിരിഞ്ഞു. ഞാൻ ഏകദേശം വീടെത്താറായി. വീടെത്തിയിട്ട് എൻ്റെ 2 ബഡീസിനെയും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതി. അവർ എന്നെ കാണുമ്പം എന്താണ് എൻ്റെ അടുത്തുള്ള സ്നേഹപ്രകടനം എന്നുള്ളത് എനിക്കും അറിയാനൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അതാണ്. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണും വരെ ബൈ ബൈ ഗായ്സ്.